Hello guys, how are you? It's me Anand. Welcome to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ? എനിക്ക് നെയ്മറിനെ എടുത്തതാട്ടാ. നെയ്മറിനെ കാര്യം വരക്കോടാ. എടാ റൊണാൾഡോനെ വിളിച്ചേടാ. വേണ്ട. എടാ റൊണാൾഡോടെ സൂപ്പർ. വേണ്ടേ. വേണ്ടേ. നെയ്മർ മതിയോ? എല്ലാവർക്കും നെയ്മർ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുസ്കാൻഡീസ്. അപ്പോൾ ഇവർക്ക് നമുക്കൊരു നെയ്മറിന്റെ ഒരു പടം വരച്ചു കൊടുക്കാം. അതെപ്പടി വരപ്പിங்க? ഐഡിയ എന്താ? നമുക്ക് കോഫി പെയിന്റിങ് ചെയ്താലോ? അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഇത്തിരി കട്ടിയുള്ള പേപ്പർ. അതായത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യണത് വാട്ടർ കളർ പേപ്പറാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നും അതേപോലെ ആർട്ട് മെറ്റീരിയൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതേപോലത്തെ പേപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വെറും 2 രൂപയുടെ സാമ്പിൾ പാക്കറ്റാണ് ബ്രൂവിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സാമ്പിൾ പാക്കറ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പാലറ്റാണ് കളർ മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കോഫി പെയിൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൽ പൗഡർ മിക്സ് ചെയ്യാം. നമ്മൾ ഓരോ ഷെയ്ഡിനനുസരിച്ച് ഓരോ ബോക്സിലിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഷെയ്ഡുകളായിട്ട് കിട്ടും. ഡാർക്ക്, ലൈറ്റ്, അങ്ങനെ ലൈറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് എന്തോരം കൂടുതൽ വേണോ അവിടെയൊക്കെ കുറച്ച് ഡാർക്കായിട്ട് തന്നെ കൊടുക്കാം. പൗഡർ കുറച്ച് കൂടുതലിടാം. ഗൈസ്, നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം, എല്ലാത്തിലും ഓരോ ടീസ്പൂൺ വെള്ളം വെച്ച് മിക്സ് ചെയ്യാതെ ചെറിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ച് നന്നായി ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേഗം ആ പൗഡറെല്ലാം അതിനകത്ത് മെൽറ്റ് ആയിക്കോളും. അത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പൗഡറും നല്ലോണം അത് അരിഞ്ഞ് കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ എന്തിനാ പൗഡർ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഡാർക്കായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള പോർഷനുകളുണ്ടാകും, അവിടെയൊക്കെ നല്ലോണം ഡാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് എല്ലാം ലൈറ്റായിട്ടുള്ള പോർഷനുകളെല്ലാം ടോട്ടൽ ഫുൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ഫുൾ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് വാഷ് ചെയ്ത് വിടാം. അതിനുശേഷം മെല്ലെ മെല്ലെ ഓരോ ടൂണുകളായിട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക്. ഗൈസ്, നിങ്ങൾക്ക് ഈ കോഫി മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കോഫിയുടെ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കുള്ളൂ. നല്ലൊരു ഫീലായിരിക്കുള്ളൂ അത്. നിങ്ങളപ്പോൾ ഉറപ്പായിട്ടും കോഫി പെയിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മളിതുപോലെ ഓരോ ടൂണുകൾ ചെയ്യാം. അതിനുശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ളത് നമ്മൾ ഫസ്റ്റത്തെ ഒരു വീഡിയോയിൽ, വാട്ടർ കളറിൻ്റെ വീഡിയോയിൽ ഞാൻ ടൂണുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. വാട്ടർ കളർ പോലെ തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യുന്നത്. ഓരോ ടൂണുകളായിട്ട് തന്നെ ചെയ്ത് പോവാം. ലൈറ്റ് വന്ന പോർഷനുകൾ, അതായത് ഹൈലൈറ്റ് വന്ന പോർഷനുകളും ഒത്തിരി ലൈറ്റായിട്ടുള്ള പോർഷനുകളെല്ലാം ഒഴിച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ ഡാർക്കായിട്ടുള്ളതൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുക്കുക.
വിചാരിക്കുന്ന പോലെ ഒത്തിരി ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ കോഫി പെയിൻറ്റിങ് വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം ഓരോ ടോണുകൾ വയ്ക്കുമ്പോഴും ഡ്രൈ ചെയ്യാൻ ലാസ്റ്റ് ടോണൊക്കെ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അത് ഡ്രൈ ആയതിന് ശേഷം പേപ്പർ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് കളറ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യാം. ആയിട്ടുള്ള പോർഷനുകളിലൊക്കെ നല്ലോണം ഡാർക്ക് വെച്ചിട്ട് കുറച്ച് ഉണങ്ങാനായിട്ട് താമസം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇൻഡിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേറെ മീഡിയംസ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതിൻ്റെ ഒപ്പം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗുഡ് ബൈ.